കുട്ടികൾ ഉണ്ടാവുകയാണ് അവിടെ, അറിഞ്ഞുകൊണ്ടല്ല എന്നർത്ഥം. പക്ഷേ ഹിന്ദു ധർമ്മത്തില് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഒരു വാക്ക് പറയുന്നു, ഇവിടെ കുട്ടികൾ ഉണ്ടാവുകയല്ല, കുട്ടികളെ ഉണ്ടാക്കുകയാണ്, മക്കളെ ഉണ്ടാക്കുകയാണ്. നല്ല ദിവസം, നല്ല സമയം, നല്ല ആരോഗ്യം, നല്ല രീതിയിലുള്ള മാനസികാവസ്ഥ, നന്മ നിറഞ്ഞ ശരീരഘടന ഉള്ളപ്പോൾ മാത്രമാണ് സന്താനം പാടുള്ളൂ. അതിന്റെ റിസൾട്ടായി ഇന്ന് വെസ്റ്റ് നമ്മളെ കണ്ട് പഠിക്കുന്നത്. ഈ ഒരു വാക്ക് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗർഭാധാനം എന്ന ആചാരമുണ്ടായത്. ഗർഭാധാനം ആചാരമാണത്. അതുപോലെ പുംസവനം ആചാരമാണ്, സീമന്തോന്നയനം ആചാരമാണ്. വളരുന്ന കുട്ടിക്ക് അമ്മയുടെ മനസ്സും അമ്മയുടെ ഭക്ഷണവുമാണ് കോംപ്ലിമെന്റ്. 3 ആചാരം കുട്ടി അമ്മയുടെ ഗർഭത്തിലുള്ളപ്പോഴാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് സയൻസിന് ഒരു വാക്ക് എതിര് പറയാനില്ലാത്തത്രയും ആചാരങ്ങളുണ്ട്. അത് തന്നെയല്ലേ അമ്പലത്തില്. നമ്മൾ അമ്പലത്തിലേക്ക് വരുന്നത് എന്തിനാ? എ ക്രിസ്ത്യൻ ഗോസ് ടു എ ചർച്ച് ഫോർ എ പ്രയർ. ക്രിസ്ത്യാനി പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥനയ്ക്ക്. എ മുസ്ലിം ഗോസ് ടു ദ മോസ്ക് ഫോർ പ്രയർ. ഒരു മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നത് പ്രാർത്ഥിക്കാൻ. എ ഹിന്ദു ഈസ് നോട്ട് ഗോയിങ് ടു ടെമ്പിൾ ഫോർ എ പ്രയർ. ദ ടെമ്പിൾ ഈസ് എ ക്വാണ്ടം ഹീലിംഗ് സെന്റർ. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, എനർജൈസേഷന് വേണ്ടിയാണ്. എനർജൈസേഷൻ. ആ അമ്പലത്തിലേക്ക് പോകുമ്പോ ശരീരം ശുദ്ധമായിരിക്കണം. ക്ലീൻ ശരീരമുണ്ടെങ്കിൽ എനർജി എടുക്കുള്ളൂ. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കുളിക്കാതെ പോകാം. അത്തറിട്ടോ അല്ലെങ്കിൽ കുട്ടിക്കൂറ പൗഡർ ഇട്ടോ നിങ്ങൾ അമ്പലത്തിലേക്ക് പോവാം, പള്ളിയിലേക്ക് പോകാം. അമ്പലത്തിൽ പോകുമ്പോ ശരീരശുദ്ധി വേണം. കാരണം ശരീരം എനർജൈസേഷന്റെ ക്രക്സാണ്, ഇമ്പോർട്ടന്റ് പോയിന്റാണ്. അപ്പൊ ശരീരം ശുദ്ധമായിരിക്കണം അമ്പലത്തിൽ പോകുമ്പോ, മനസ്സ് ശുദ്ധമായിരിക്കണം അമ്പലത്തിൽ പോകുമ്പോ, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോവണ്ട. അതുകൊണ്ടാ പലരോടും ഞാൻ അമ്പലത്തിൽ പോവാറില്ല എന്ന് പറയുമ്പോൾ സാരമില്ല നിങ്ങൾ പോവണ്ടെന്ന് പറയാൻ കാരണം എന്താ? മനസ്സിന് ശുദ്ധിയില്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. എന്താ മനസ്സിന്റെ ശുദ്ധി? മനസ്സിൽ 2 തരം വഴിയാ ഉള്ളത്, കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ഒന്ന് സ്റ്റേറ്റ് ഹൈവേ, മറ്റൊന്ന് നാഷണൽ ഹൈവേ. പണ്ടത്തെ ഹൈവേയുടെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ ഹൈവേയുടെ കാര്യമല്ല. പണ്ടത്തെ ഹൈവേയിൽ റോഡിൽ കുഴി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഹൈവേയിൽ കുഴിയിൽ റോഡുണ്ട്. അങ്ങനെയാണ്. ഏതായാലും ഇപ്പൊ ഒരു ഹൈവേ നെഗറ്റീവ്, മറ്റേ ഹൈവേ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. എന്താ ഈ നെഗറ്റീവ്? അസൂയ, കുശുംബ, കുനുഷ്ട, പരദൂഷണം, വാശി, പക, വിദ്വേഷം, കുന്നായ്മ, ദുഃഖം, ദേഷ്യം. ഇതെല്ലാം മനസ്സിന്റെ ഒരു ഭാഗം. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല, കാരണം നമുക്കൊക്കെ അതുണ്ട്. അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാൽവാര, കുന്നായ്മ, വാശി, പക, വിദ്വേഷം. സ്പീഡിൽ പറയാം. അത് ഒരു വഴി. ഇനി മറ്റൊരു വഴിയുണ്ട് ഇതേ മനസ്സിന്. എന്താണത്? സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, ആദരവ്, കടപ്പാട്, ദയ, കരുണ, വാത്സല്യം, സ്നേഹം. ഇതെല്ലാം മനസ്സിന്റെ മറ്റൊരു ഭാഗം. ഇതൊക്കെ മനസ്സിൽ നിന്നാ വരേണ്ടത്, പുറത്തുനിന്നകത്തേക്കല്ല. വാശി എവിടെന്നാ വരിക? മനസ്സിൽ വാശി, മനസ്സിന് സന്തോഷം, മനസ്സിന് ദുഃഖം, മനസ്സിന് വേദന, മനസ്സിന് കടപ്പാട്, മനസ്സിന് കരുണ, മനസ്സിന് ദയ. മനസ്സിനകത്താ ഇതൊക്കെ ഉണ്ടാവുക. അപ്പൊ മനസ്സ് ശുദ്ധമായിരിക്കണം അമ്പലത്തിൽ പോകുമ്പോ. സയന്റിഫിക്കാണ്. മനസ്സിനകത്ത് വരുന്ന ഓരോ വികാരവും ശരീരത്തിന്റെ ഓറ മാറ്റും. ബയോ ഓറ മൊത്തം മാറ്റും. അതുകൊണ്ടാണ് മനസ്സ് ശുദ്ധം വേണമെന്ന് സയൻസിൽ പറയണേ. അപ്പൊ ശരീരം ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, ഉപയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം. പ്യുവർ വേർഡ്സ് ശാന്തമായിട്ട് പറയാൻ പഠിക്കണം. വീട്ടിനകത്തും അത് തന്നെയാണ്. ചിലപ്പോ ചില അമ്മമാര് മക്കളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും വരാൻ വൈകിയത്? എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇത് തന്നെ തിരുത്തി പറയാ. മോളെന്താ വൈകിയത്? മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കറക്റ്റ് ടൈമിൽ വരണമെന്ന്? ആ വാക്ക് മാറി. ആരാടി TV വെച്ചത്? ഞാനല്ല. നാളെ പരീക്ഷയാണെന്ന് നിനക്ക് അറിഞ്ഞൂടേടി? ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് മനസ്സിലായത്. ആര് പരീക്ഷ എഴുതാൻ പോടി? അമ്മ പോണേ, നന്നായില്ലേ ഞാൻ പോവാം. കോൺവെർസേഷൻ പോണതാ. ഇത് തന്നെ തിരിച്ചു വർക്ക് നോക്കാം. എൻ്റെ മോൾക്ക് നാളെ പരീക്ഷയാണ്, നല്ല രീതിയിൽ മോൾ പഠിച്ചെഴുതണം, അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അമ്മ ചെയ്തു തരാം, അമ്മയുടെ മോള് നല്ല രീതിയിൽ പഠിക്കണം എന്നാ അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു നോക്കാം. വാക്ക് എത്ര ശാന്ത. സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയുടെ തലയിൽ കൈവച്ച്, എൻ്റെ മോനെ നീ നന്നായി വരും, അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. എക്സാമിനേഷൻ പേപ്പർ കിട്ടുമ്പോൾ ടെൻഷനൊന്നും എടുക്കരുത്.
അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും. സാവധാനത്തിൽ വായിച്ചിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു നോക്കാം. 1-2 എഴുതാൻ സാധിച്ചില്ലെങ്കിലും ടെൻഷൻ ഒന്നും എടുക്കണ്ട. എൻ്റെ മോൻ പതുക്കെ ചിന്തിച്ചിട്ട് എഴുതിയാൽ മതി, വിഷമിക്കൊന്നും വേണ്ട. പറഞ്ഞു നോക്കൂ. ഇന്നെ പോലൊരു മകനെ കിട്ടിയത്, മകളെ കിട്ടിയത് അമ്മയുടെ പുണ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞു നോക്കൂ. ഗേറ്റ് വരെ ഒന്ന് കൊണ്ടാക്കി നോക്കുക. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. അമ്മയ്ക്ക് എത്ര കാലം നിന്നെ ഇങ്ങനെ യാത്രയാക്കാൻ സാധിക്കുന്ന അറിഞ്ഞൂടാ മോളെ. അതുകൊണ്ടാ മോളുടെ കൂട്ടത്തിൽ അമ്മ ഗേറ്റ് വരെ വരുന്നത്. ചോറ് വിളമ്പി കൊടുക്കുക, അവർ ഊണ് കഴിച്ച് തീരുന്നത് വരെ കൂട്ടത്തിലിരിക്കുക, സ്കൂളിലെ വിശേഷങ്ങൾ കേൾക്കുക, അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുക, അവർക്ക് മോട്ടിവേഷൻ നല്ല ഇതിൽ പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് വേദനയുണ്ടെങ്കിൽ തലോടി ഇല്ലാണ്ടാക്കുക, അവർക്ക് പരാജയ ബോധം ഉണ്ടെങ്കിൽ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അത് പോണം. ഇതല്ലേ നല്ല വാക്ക്? ഇതല്ലേ നാരായണ ഗുരുദേവൻ പറഞ്ഞ വാക്ശുദ്ധി? ഭർത്താവ് കേറി വരുമ്പോ ഇന്നലെ കൊണ്ടുവന്ന അച്ചിങ്ങയില് മൊത്തം പുഴുവാ, മനുഷ്യൻ തിന്നില്ല എന്ന് കേറി പറയുന്നത്. ഭർത്താവ് കേറി വരുമ്പോ ഓഫീസിൽ വരുമ്പോഴാ പറയാ, അതായത് ഇന്നലെ കൊണ്ടുവന്ന അച്ചിങ്ങയില് മൊത്തം പുഴുവാണ്, മനുഷ്യൻ തിന്നില്ല. ആ ഭർത്താവ് അത് തന്നെ തിരിച്ചു പറഞ്ഞു എന്ന് വിചാരിക്കുക. അതുകൊണ്ടല്ലേ നിനക്ക് വേണ്ടി ഞാനത് കൊണ്ടുവന്നത്. കാരണം മനുഷ്യൻ തിന്നില്ല എന്ന് അപ്പ പറഞ്ഞിട്ടുണ്ട്. നീ മനുഷ്യന്റെ കാറ്റഗറിയിൽപ്പെട്ട പാർട്ടിയല്ല, അതുകൊണ്ടാണ് ഞാൻ നിനക്കത് കൊണ്ടുവന്നത്. ആ വീട് കൊളാവാൻ ഇനി വല്ലതും വേണോ? നാക്കുപയോഗിച്ചത് തെറ്റി, നാക്കുപയോഗിച്ച രീതി തെറ്റി. ഇന്നലെ കൊണ്ടുവന്ന അച്ചിങ്ങ അത്ര നല്ലതല്ലായിരുന്നു, നാളെ മുതൽക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാം. നിങ്ങൾക്ക് ഒത്തിരി വർക്കിനിടയ്ക്ക് ഇത് ശ്രദ്ധിക്കാനൊന്നും നേരമില്ല, ഞാൻ കൊണ്ടുവന്നോളാം. എന്താ പറ്റിയത്? അതിൽ കുറച്ച് പുഴുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ അത്രയ്ക്കേ പറ്റുള്ളൂ. ആ ഭർത്താവ് വിചാരിക്കും ഇതുപോലൊരു ഭാര്യയെ കിട്ടിയത് എന്റെ പുണ്യം കൊണ്ടാണ്. ഞാൻ റയർ കാര്യമാണ് പറയുന്നത്, സംഭവിക്കുന്ന കാര്യമല്ല. സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കഥ ഒന്ന് ചിന്തിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സാമ്പാറിന് ഉപ്പ് കുറവാണെങ്കിൽ ഈ സാമ്പാറിന് ഉപ്പുമില്ല മുറകുമില്ല എന്ന് പറഞ്ഞ് കിടന്ന് ഒച്ചയെടുക്കുന്നതിന് പകരം ഈ സാമ്പാറിന് കുറച്ച് ഉപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിഗംഭീരാകുമായിരുന്നു. എല്ലാവരും നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ചിരിച്ച മുഖം കാണാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും നന്മ പറയുന്നത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. Then why not use the positive words? That positive words, without any expense, you can invigorate anybody, you can activate anybody, you can motivate anybody, you can change anybody. എല്ലാവരെയും മാറ്റം വരുത്താൻ പറ്റും. വാക്ക് മാത്രം മതി, വാക്ക് മാത്രം മതി. നല്ല രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭാര്യയ്ക്ക് തോന്നണം ഇതുമാതിരി ഒരു ഭർത്താവിനെ കിട്ടിയത് പുണ്യം കൊണ്ടാണ്. ഭർത്താവിന് തോന്നണം ഇതുമാതിരി ഒരു ഭാര്യയെ കിട്ടിയത് പുണ്യം കൊണ്ടാണ്. എപ്പോഴും അല്ല, ഇടയ്ക്കെങ്കിലും. മക്കളോട് പറയണം, നിങ്ങളെപ്പോലെ മക്കളെ കിട്ടിയത് അച്ഛന്റെയും അമ്മയുടെയും പുണ്യം കൊണ്ടാണ്. അത് പറയണം. മക്കൾക്ക് തോന്നണം ഇതുമാതിരിയുള്ള അച്ഛന്റെയും അമ്മയുടെയും മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് പുണ്യം കൊണ്ടാണ്. ഇതാണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അല്ലാതെ അമ്മ ഈശ്വരനാണ് അച്ഛൻ ഈശ്വരനാണ്, മണ്ണാങ്കട്ടെ അമ്മയും ഈശ്വരനല്ല അച്ഛനും ഈശ്വരനല്ല. അതിന്റെ അർത്ഥം എന്താ? അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ, അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ എന്നാണ് അർത്ഥം. അമ്മയും അച്ഛനും ഈശ്വരനാണെന്നല്ല, അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ വാക്ക് ശുദ്ധമായിരിക്കണം. ശരീരം, മനസ്സ്, വാക്ക്, ആഹാരം. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നു, സാധിക്കുമെങ്കിൽ വെജിറ്റേറിയൻ ആവുക, ഫുൾ ടൈം വെജിറ്റേറിയൻ. ലോകമെമ്പാടും ആൾക്കാർ വെജിറ്റേറിയനിസത്തിലേക്ക് വരുന്നു. കേരളത്തില് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് 48%, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ 28%, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കിൻ ക്യാൻസർ 12.8%, ഹൈപ്പർ അസിഡിറ്റി 89% റേറ്റ് ഓഫ് ഇൻക്രീസ്. എന്താ കാരണം? ഹറി, വറി, കറി. 3 ഹറി, വറി, കറി. ഒന്ന്, നമുക്ക് ഭയങ്കര ധൃതിയാണ്, എനിക്കുൾപ്പെടെ. വറി, വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ ഭയങ്കര തലവേദനയാണ്. എന്താ പറയണേ സാറേ, മന്ത്രി സുധാകരൻ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴാതെ വന്നു. തൊഴുതില്ലെങ്കിൽ എന്താ കുഴപ്പം? അമ്പലത്തിൽ പോകണം, തൊഴാൻ നിർബന്ധമല്ല ഉണ്ടോ? നിർബന്ധമില്ല. പിന്നെന്താ? അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടില്ല, ആചാരപ്രകാരമാണ് പോയത്, പിന്നെന്താ പ്രശ്നം? അപ്പൊ അത്രേ ഉള്ളോ? പിന്നെ എന്തിനാ നിങ്ങൾ കിടന്ന് ടെൻഷൻ എടുക്കുന്നത്? എന്തിനാ? നിങ്ങൾ പോകുമ്പോ തൊഴാണ്ട വരണമെങ്കിൽ തൊഴാണ്ട വരിക. സാറിനറിയോ, ശബരിമലയിലെ മകരജ്യോതിസ് മനുഷ്യനാ ഉണ്ടാക്കിയത്. ഇടമറുകു പറയാ, ഷോ ഇവരുടെയൊക്കെ തലയിൽ ഇടുത്തി വീഴില്ലേ? എന്തിനാ ഇടുത്തി വീഴുന്നത്? ശബരിമലയിലെ വിഗ്രഹം ഉണ്ടാക്കിയത് മനുഷ്യനാണ്.
ശ്രീകോവിൽ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, 18-ാം പടി ഉണ്ടാക്കിയത് മനുഷ്യനാണ്, അവിടുത്തെ പായസം ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ആ ചുറ്റിക കടിച്ച് തിന്നുന്ന അപ്പം ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. അത് മാത്രമല്ല, അവിടുത്തെ പൂജാരിമാര് മനുഷ്യരാണ്, അവിടുത്തെ ജോലിക്കാർ മനുഷ്യരാണ്. ഇതൊക്കെ മനുഷ്യരാവാമെങ്കിൽ ഈ മകരജ്യോതി മനുഷ്യനുണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഇപ്പോഴാ സമാധാനായേ. എന്താ സമാധാനായത്? അല്ല, മനുഷ്യരുണ്ടാക്കിയാലും കുഴപ്പമില്ല. ആരാ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാരാ? എവിടെയാ പറഞ്ഞത് ഈശ്വരനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്? ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ, ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ഒരാളും പറഞ്ഞിട്ടില്ല അത് ഈശ്വരനെ ഉണ്ടാക്കണതെന്ന്. ദിവ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇവിടെയുള്ള വിളക്ക് ദിവ്യമല്ലേ? നിങ്ങൾ ചെരുപ്പ് ഉപയോഗിച്ച് അതൊന്ന് കെടുത്താവോ? ആ വിളക്കൊന്ന് കെടുത്താമോ ചെരുപ്പ് ഉപയോഗിച്ച്? നിങ്ങൾ ചെയ്യില്ല, കാരണം ആ വിളക്ക് ദിവ്യമാണ്. അച്ഛന്റെയും അമ്മയുടെയും പടം ദിവ്യമാണ്. യേശുദേവന്റെയും കാബയുടെയും ചിത്രം ഞാൻ മുമ്പിൽ വെക്കാം. അമ്പലല്ലേ ഇത്? യേശുദേവന്റെ ചിത്രം ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് ചവിട്ടാമോ കാലുകൊണ്ട്? നിങ്ങൾ ചെയ്യില്ല. ശ്രീകൃഷ്ണന്റെ ഒരു ചിത്രം കൊണ്ടുപോയിട്ട് പള്ളി കൊണ്ട് വെക്കാം, എന്നിട്ട് ഒന്ന് ചവിട്ടാൻ പറയാം. ചവിട്ടില്ല അവര്. ഈ കൃഷ്ണനോട് ദേഷ്യമുണ്ടെങ്കിൽ പോലും അവർ ചവിട്ടില്ല. എന്താ കാരണം? ദിവ്യമാണ്, ഡിവൈൻ. അതാണ് അതിന്റെ അർത്ഥം. അത് സമാധാനായി. ഞാൻ വിചാരിച്ചു ശബരിമലയിലെ തന്ത്രിക്ക് മൂലമന്ത്രം പോലും അറിഞ്ഞൂടാ. പക്ഷെ എന്തൊരു ലോകാ സാറേ. എനിക്കിത് ആലോചിച്ചിട്ട് എനിക്ക് ഒന്നും തന്ത്രിയെ തൊഴാൻ പോകണ്ട, ശാസ്താവിനെ തൊഴുതാൽ മതി. മൂലമന്ത്രം അറിയാത്ത തന്ത്രി എന്തിനാ തൊഴാൻ പോകുന്നത്? അപ്പൊ മൂലമന്ത്രം അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ലേ? എന്ത് പ്രശ്നമുണ്ടെന്നാ വിചാരിക്കുന്നത് നിങ്ങൾ? എന്താ പ്രശ്നം? എന്താ? അല്ല, ഞാൻ എന്താ വിചാരിച്ച? അല്ല, ഞാൻ വിചാരിക്കുകയായിരുന്നു. എന്താ വിചാരിച്ചത്? ഒന്നും വിചാരിച്ചില്ല. അത് തന്നെ. വെറുതെ ടെൻഷനാണേ, വെറുതെ നമുക്കൊരു ടെൻഷനാ, വറി എല്ലാത്തിനെയും കുറിച്ച്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം ന്യൂയോർക്കില് ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അവിടെ സൂര്യൻ ഉദിക്കുന്നത് 7:30 മണിക്കാ. 4 മണിക്ക് ഒരു മലയാളി വന്ന് എന്റെ ഡോറ് മുട്ടി. രാവിലെ 4 മണിക്ക്. സാർ, എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരണില്ല സാർ. എന്താ പറ്റിയത്? അല്ല, മുഖമൊക്കെ ചുമന്നിരിക്കുന്നു. രാവിലെ 4 മണിക്ക് വലിയ ഹോട്ടലോ, ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ഹോട്ടലില്. എന്താ പറ്റിയെന്താ? നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാ സാറേ? ഞാൻ ചോദിച്ച അതേ ചോദ്യമായി 2 കൈ നിർത്തി ഞാൻ നിങ്ങളോട് അതേപോലെ പറയാം. അത് കേരളത്തിന്റെ പോക്കിന് എന്താ കുഴപ്പം? അല്ല സാർ, ഞാൻ ഏഷ്യാനെറ്റിലും സൂര്യ TV-യിലും ഒക്കെ കേരളത്തെ കുറിച്ച് കാണുമ്പോ എന്റെ ഹാർട്ട് നിന്നു. എന്താ കാണുന്നത്? അവിടെ എന്തൊക്കെയാ നടക്കണേ സാർ? അവിടെ എന്താ നടക്കണത്? അവിടെ എന്തൊക്കെയാ നടക്കണേ സാർ? അല്ലെ, എന്നാലും സാറിനോട് ഒറ്റ ചോദ്യം, കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാ? അയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും പടിഞ്ഞാറിന്ന് കിഴക്കോട്ടാ പോകുന്നത് ഭൂമി തിരിയുമ്പോ. അതുപോലെ കേരളവും പടിഞ്ഞാറിന്ന് കിഴക്കോട്ടാ പോകുന്നത്. നിങ്ങൾ പേടിക്കാണ്ട് ചുമ്മാ കിടന്നുറങ്ങണം. സാർ, ഇപ്പോഴാശ്വാസമായത്. ഇത് അതേപോലെ ഞാൻ നിങ്ങളോട് ഒരു മോണാക്ട് മാതിരി പറയാണ്. അതേ വാക്ക് എന്റെ വകയായിട്ട് 0.1% ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ എന്തിനൊക്കെയാ വറി ചെയ്യുന്നത്? ഓരോരുത്തരെ കുറിച്ച് ചിന്തിച്ച്. മൂന്നാറിലെ സുരേഷ് കുമാറിനെ മാറ്റിയാൽ നിങ്ങൾക്ക് എന്താ? നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലല്ലോ. അത് നോക്കേണ്ടവർ നോക്കട്ടെ. നിങ്ങൾ എന്തിനു തലയിൽ വെക്കണം? സാർ, ഈ നാടിന്റെ അവസ്ഥ എന്താ? ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണ്ട, ചെയ്യണ്ട, ചുമ്മാ ഇരുന്നോളൂ. സാർ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ എങ്ങനെയാ ചെയ്യാം? എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കണം. ചിന്തിച്ചോളൂ. നിങ്ങൾ പറയുകയില്ല. എന്തിനാ നിങ്ങൾ എന്തിനു വിഷമിക്കണം? അതിനിവിടെ എന്താ ഉണ്ടായത്? ലോകത്തിൽ 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം കേരള. 2.5 രൂപയ്ക്കും 3 രൂപയ്ക്കും ചായ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം കേരള. മുടുക്കിന് ചായക്കടയുള്ള ഒരു സ്ഥലം ഇതാണ്. ഇന്നും അരിക്ക് 14 രൂപയും 12 രൂപയ്ക്കും കിട്ടുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ്. ഇന്നും വലിയ വിലയൊന്നും പലതിനും കൂടിയിട്ടൊന്നുമില്ല. ലാൻഡിന് വളരെ കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. KSRTC വണ്ടിയുണ്ട്, കൈകാട്ടിയാൽ നിർത്തിയില്ലെന്നേ ഉള്ളൂ. നിർത്തുന്ന സ്ഥലത്ത് പോയി നിൽക്കാം. അപ്പൊ എന്താ നമ്മൾ എന്തിനൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മനഃശുദ്ധി, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അത്രയ്ക്കും ടെൻഷൻ എടുക്കത്തക്ക വിധത്തിൽ ഈ നാട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്രാവശ്യത്തെ ഓണം എന്തായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? എല്ലാ ചാനലുകാരും സന്തോഷിക്കാനുള്ളത് സർവ്വതും ഇവിടെ കൊണ്ടുവന്നു. ഒരു ചെറിയ റേഡിയോ എടുത്താൽ 2 വലിയ റേഡിയോ ഫ്രീ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഒരു TV എടുത്താൽ 2 TV ഫ്രീ. ഇത്രയധികം ഒരു നല്ലൊരു സ്ഥലം. അത് ഫ്രിഡ്ജിന്റെ ഒക്കെ വിലയൊക്കെ കുറഞ്ഞു. സാർ ഇതൊരെണ്ണം എടുക്കുകയാണ്, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അടുക്കളയിൽ ഫിറ്റ് ചെയ്ത് തരാം. പിന്നെ എന്താ സാധനങ്ങൾ വേണമെങ്കിൽ വെച്ച് തരാവുന്ന ലെവലിൽ അവർ ഫ്രിഡ്ജുകാരുണ്ടാകും. ഇതിനാ ഇവിടെ ഒരു കുറവ്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലമൊക്കെ ഈ നാട് മാറിയിട്ടുണ്ട്. അറിയോ, കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പൊ എത്രയാ മൊബൈൽ ഫോൺ ഉള്ളത്? 20 കോടി മൊബൈൽ ഫോൺ ഉണ്ട്. അടുത്ത വർഷം ഡിസംബർ 31 ആവുമ്പോ, അടുത്ത വർഷം ഡിസംബർ 31 ആവുമ്പോ ഇന്ത്യയിലെ മൊബൈൽ ഫോൺ 60 കോടി. 105 കോടി ജനങ്ങളെ ഉള്ളൂ. 2010
ഡിസംബർ 31 ഇന്ത്യയിൽ 100 കോടി മൊബൈൽ. 100 കോടി. പിന്നെ 5 കോടി ആൾക്കാർക്ക് മൊബൈൽ എടുക്കാൻ പറ്റാത്തുള്ളൂ. അത് ജനിച്ചു വീണ കുട്ടികളാണ്. അതൊഴികെ ബാക്കി തെങ്ങേറ്റക്കാരന്റെയും തട്ടുകടക്കാരന്റെയും സർവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടെന്ന്. എവിടെയാ പ്രോബ്ലം? നമ്മൾ എന്തൊക്കെയോ ഉണ്ടെന്ന് ധരിച്ച് മനസ്സിനകത്ത് കുറേ ഇതാക്കാം. ഓർമ്മിക്കാം, എന്നും ഓർമ്മിക്കാം. മനസ്സ് ശുദ്ധമാവണം, ശരീരം ശുദ്ധമാവണം, വാക്ക് ശുദ്ധമാകണം. കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായിരുന്നാൽ വാക്ക് തരുന്നു. ഇന്നത്തെ ലോകം ഏറ്റവും സന്തോഷമുള്ള ലോകമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആര് ഭരിക്കട്ടെ, ആര് ഭരിക്കാതിരിക്കട്ടെ, നിങ്ങൾ ഏത് പാർട്ടിക്കാരനാവട്ടെ, പാർട്ടിക്കാരനല്ലാതിരിക്കട്ടെ, അതൊക്കെ സെക്കൻഡറി. ഇന്ന് ലോക ജനത കാണാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ നമ്പർ 1 രാജ്യം ഭാരതമാണ്. 2004 40,000 പേരുടെ സർവേ നടത്തിയപ്പോൾ ഭാരതം 12ാമത്തെ സ്ഥാനത്തായിരുന്നു. 2004 ഭാരതം 4ാമത്തെ സ്റ്റാൻഡിലായിരുന്നു. 2006 2007 മാർച്ച് 31 നടത്തിയ സർവേയില് ഭാരതം 1ാം സ്ഥാനത്ത് 97.3% മാർക്ക് വാങ്ങിച്ച് ലോക ജനത കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രം ഭാരതമായി മാറിയിരിക്കുന്നതിന് ആത്മാഭിമാനവും ഉജ്ജ്വലതയും തോന്നേണ്ട അവസരത്തില് നമ്മൾ എന്തിനീ ഹറി വറി കറി പറഞ്ഞുകൊണ്ട് നടക്കണം? വേണം, ഉയരണം, വളരണം. അമ്പലത്തിലേക്ക് പോകുമ്പോ കർമ്മശുദ്ധി ഉണ്ടാവണം. കൈക്കൂലി വാങ്ങിക്കരുത്, മദ്യം കഴിക്കരുത്, നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്. ഇന്ന് ഈ ക്ഷേത്രത്തിലിരുന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. പ്രഭാഷണം കേൾക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ജീവിതത്തിൽ മാറ്റം വരുത്തുക. ഒരു ആൽക്കഹോളിന്റെ മോളിക്യൂള് 3 ലിവർ സെല്ലിനെയാണ് കൊല്ലുന്നത്. 3 ലിവർ സെല്ല്. ഒരു പെഗ് ആൽക്കഹോളില്, വിസ്കിയിലോ ബ്രാൻഡിയിലോ ഒരു പെഗില് 3 ട്രില്യൺ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര ലിവർ പോവും? കുറെ കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് നെഞ്ചത്ത് കൈവച്ചു ഗോപാലകൃഷ്ണൻ പറയുന്നു, കുറെ കഴിയുമ്പോ ബ്ലഡിലുള്ള പോയിസണെ മാറ്റാൻ ലിവറിന് പറ്റാതെ വരും. അന്ന് ലിവർ തളരുമ്പോൾ കിഡ്നി ബ്ലോക്കഡ് ആവും. കിഡ്നി ബ്ലോക്കഡ് ആയാൽ ഒരു ഡയാലിസിസിന് 16,000 രൂപയാണ്. ഒരു പ്രാവശ്യം ഡയാലിസിസ് ചെയ്യാൻ 16,000 രൂപ. ഇനി ഞാൻ ദുഃഖത്തോടുകൂടി ഒരു വരി പറയുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഭാരമാകുന്ന ഒരു കാലം ആൽക്കഹോളും നോൺ വെജിറ്റേറിയനും കൊണ്ടുവരും. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഭാരമായാൽ സാരമില്ല. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മക്കൾക്ക് ഭാരമായാൽ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. ഒരാളും ഉണ്ടാവില്ല നിങ്ങളെ സഹായിക്കാൻ. അന്ന് മകൻ വന്ന് പറയും, അച്ഛാ അന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ കള്ളു കുടിക്കരുത്, മദ്യം കഴിക്കരുത്, അച്ഛൻ കേട്ടില്ല. ഇനി അച്ഛന് വേണ്ടി ഞങ്ങൾ ചാവണം, ഞങ്ങൾക്ക് വയ്യ. അച്ഛൻ കട്ടിലിൽ കിടക്ക, പറ്റുന്നിടത്തോളം ഞങ്ങൾ നോക്കാം. ഈ വാക്ക് കേട്ട് അനങ്ങാൻ പറ്റാതെ എൻ്റെ കുടുംബാംഗങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ അന്ന് തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്ന് തിരുത്തണം. ക്ഷേത്രാചാരം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് ഞാൻ നിങ്ങളെ ഈ കള്ളിന്റെയും നോൺ വെജിറ്റേറിയന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് പോകാൻ, തൊഴാൻ പഞ്ചശുദ്ധി, ശരീരം, മനസ്സ്, വാക്ക്, ആഹാരം, കർമ്മം, അതേ തന്നെയാണ് ജീവിതത്തിനും ആവശ്യമുള്ളത്. അതാണ് ക്ഷേത്ര ദർശനം, ശാസ്ത്രമാണെന്ന് പറയുന്നത്. നിങ്ങൾ കള്ള് കുടിക്കരുത്. ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു കുടിക്കരുത്. ഒരു അനിയനെ പോലെ, മകനെ പോലെ പറയുന്നു ചെയ്യരുത്. കാരണം പണ്ട് ഒരമ്മയ്ക്കും അച്ഛൻ 4, 5, 6 മക്കളുണ്ടായിരുന്നു. ഇന്നില്ല. 1, 2, 1, 2 അവരാണെങ്കിൽ ഇന്ത്യയിലുണ്ടാവില്ല, ചിലപ്പോ കൂട്ടത്തിലുണ്ടാവില്ല. ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? ആരുമില്ല. വൃദ്ധസദനത്തിൽ പോയാൽ അവന് തരുന്നത് കഴിച്ചിരിക്കേണ്ടി വരും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓർമ്മിക്കുക, നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കാം, മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. പിന്നെ പുകവലി, മുറുക്കലൊന്നും ഇപ്പൊ കാര്യമായിട്ടില്ല. ആ മഞ്ഞ പത്രത്തിനകത്ത്, മഞ്ഞ നിറത്തിലുള്ള പാക്കറ്റിനകത്ത് വരുന്ന LSD ചേർത്ത സാധനം ചുണ്ടെടുത്ത് അതിനകത്ത് വെക്കുന്നവരുണ്ട്. ഇപ്പോ 40,000 പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. 60,000 പേര്
എസ്റ്റിമേറ്റ് ചെയ്തതില്ല. ഈ ചുണ്ടിനകത്ത് ക്യാൻസർ വന്നാൽ കയ്യുകൂപ്പി ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കലല്ലാതെ അത് മുറിച്ചു കളയാൻ സാധ്യമല്ല. റേഡിയേഷൻ കൊടുത്താൽ കണ്ണ് മൊത്തം പോവും. എങ്ങനെ ഇവിടെ മാത്രം റേഡിയേഷൻ കൊടുക്കും? താൽക്കാലിക സുഖത്തിന് ശാശ്വതമായ ദുഃഖം ഭരിച്ചു വെക്കരുത്. ആൾവേസ് റിമെമ്പർ ദാറ്റ്. എന്റെ ഫീൽഡ് ബയോകെമിസ്ട്രിയാണ്. കേരളത്തില് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയില് ഹയസ്റ്റ് മാർക്ക് മേടിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. മെഡിസിൻസിന്റെ ഗുണവും ദോഷവും അറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ഈ അമ്പലത്തിലെ പ്രഭാഷണം ശാസ്ത്ര പ്രഭാഷണമാക്കാൻ തന്നെയാണ് ഞാൻ അതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ കർമ്മം ശുദ്ധമായിരിക്കണം. ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൽ ജോലിയാണെങ്കിൽ കൈയിട്ട് വാരരുത്. ശരീരം പുഴുത്തേ മരിക്കുള്ളൂ. ഈ രാമൻ നായരും കൃഷ്ണൻ നായരും കുറെ നായന്മാരെ നമ്മുടെ അഡ്വക്കേറ്റ് ജസ്റ്റിസ് പരിപൂർണൻ വിളിച്ചിരുന്നു. ഇവരൊക്കെ ചാവുമ്പോ എത്ര പുഴുത്ത് ചാവുന്ന ഞാൻ ആലോചിക്കാം. എത്ര പുഴു ഉണ്ടാവുക. കാരണം ആ പൈസ എടുത്തതൊക്കെ നാട്ടുകാരുടെ വഴിപാട് തല ഒഴിഞ്ഞിട്ടതാ. അതിന്നാ എടുത്തിരിക്കുന്നത്. കുഷ്ഠരോഗി ഒഴിഞ്ഞിട്ടത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവന് വരാൻ പോകുന്നത് അത് തന്നെയാണ്. എന്തിനാ ഇതെടുക്കുന്നത്? ശമ്പളമുണ്ട്. ദേവസ്വം എടുക്കരുത്. കഴിയുന്നത്ര ഒഴിവാക്കാം. എന്റെ ഒരു ബന്ധു, അകന്ന ബന്ധുവാ, പൂർണ്ണത്രൈശ ക്ഷേത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി തൃപ്പൂണിത്രയില് ഒരിക്കൽ വെള്ളം കോരുമ്പോൾ കാല് സ്ലിപ്പായി, തലയും കുത്തി കിണറ്റിനകത്ത്. ഇവിടൊക്കെയുള്ള നെർവസ് സിസ്റ്റം മുറിഞ്ഞുപോയി. 27 വർഷം കിടന്ന കിടപ്പില് കൈയിട്ട് വാരിയതിന്റെ ഇവിടെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും നമ്പൂതിരിമാരും പൂജാരിമാരും അടക്കം ഉണ്ടെങ്കിൽ തൊഴുതുകൊണ്ട് പറയാം, നാട്ടുകാർ ഭക്തി പുരസ്സരം സമർപ്പിക്കുന്നതിൽ നിന്ന് കൈയിട്ട് വാരരുത്. വേണ്ടെന്ന് വെച്ചേക്കണം. ജോലി തന്നെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കണം. അതാണ് കർമ്മശുദ്ധി. അതാണ് കർമ്മശുദ്ധി. അമ്പലത്തിനകത്തേക്ക് പോകുന്നത് 8 തരം കർമ്മത്തിന് എളുപ്പത്തിൽ മനസ്സിലാവണം. 1 ശ്രവണം, 2 ദർശനം, 3 കീർത്തനം, 4 സ്മരണം, 5 വന്ദനം, 6 അർച്ചനം, 7 സമർപ്പണം, 8 സേവനം. 8 കർമ്മം. 8ഉം സയന്റിഫിക്കാണ്. ഓൾ ദ 8 100% സയന്റിഫിക്. 1 ശ്രവണം, മന്ത്രങ്ങൾ കേൾക്കുക, കഥകൾ കേൾക്കുക, ഭജന കേൾക്കുക, നാമജപം കേൾക്കുക, മെലോഡിയസ് ശബ്ദത്തില് വേദമന്ത്രങ്ങൾ കേൾക്കുക. എല്ലാവർക്കും കേൾക്കാം. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആരും ആവട്ടെ കേൾക്കണം. അർത്ഥം അറിഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും 2 തരം എഫക്റ്റ്. അർത്ഥം അറിയാതെ കേൾക്കുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. തലച്ചോറിനകത്ത് 24 തരത്തിലുള്ള ക്യൂറേറ്റീവ് കെമിക്കൽസ് എന്ന ഹോർമോണുകൾ ഉണ്ടാവും. അപ്പൊ ശ്രവണം സയന്റിഫിക്കാണ്. വെറുതെ ഇരിക്കുമ്പോ കയ്യും കെട്ടിയിരുന്ന് മന്ത്രം കേട്ട് നോക്കുക. നല്ല ടെൻഷൻ ഉള്ളപ്പോ കേട്ട് നോക്കുക. മ്യൂസിക് തെറാപ്പിയുടെ എഫക്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ശ്രവണം സയന്റിഫിക് ആണെന്ന് പറയുന്നത്. കരഞ്ഞുകൊണ്ട് പാട്ട് പാടരുത്. കരയുന്ന പാട്ട് കേൾക്കാനും പാടില്ല. ഈശ്വരന്റെ മുമ്പിൽ പോകുമ്പോ ചിരിച്ച് ആഹ്ലാദിച്ച പാട്ടാ പാടേണ്ടത്. വേദനയുള്ള പാട്ട് അമ്പലത്തിന്റെ മുമ്പിൽ പാടേണ്ട ആവശ്യമില്ല. കാരണം വേദന മനസ്സിനെ തളർത്തും. ചിരിച്ചുകൊണ്ടുള്ള പാട്ടാണ്. അമ്പലത്തിൽ പോകുമ്പോ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുത്തി ചിരാമോടു കെട്ടി കരിമുകിലൊത്ത ചികൂര ഭാരവും. ആ പാട്ടിൽ എന്തൊരു രസം ഉണ്ടാവുക. തിമർത്ത് സന്തോഷാണത്. അവിടെയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. ഗായത്രി മന്ത്രം കേൾക്കണം, മൃത്യുഞ്ജയ മന്ത്രം കേൾക്കണം, വേദമന്ത്രം കേൾക്കണം. എല്ലാവരും കേൾക്കുക. കാർ ഓടിക്കുമ്പോ കേൾക്കുക. സാധിക്കണം. മാറ്റം വരും. ദർശനം. ഈശ്വരൻ, ചിരിച്ച ഈശ്വരൻ, വൃത്തിയുള്ള അമ്പലം. ഈ അമ്പലത്തിൽ ഞാൻ കണ്ടിടത്തോളം സ്ഥലം നല്ല ക്ലീനാണ്. അകത്തെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ക്രിസ്ത്യൻ പള്ളി നോക്കുക, ഇത്ര ക്ലീൻ ആൻഡ് നീറ്റ്. ഒരു മോസ്ക് നോക്കുക, ക്ലീൻ ആൻഡ് നീറ്റ്. അമ്പലം ക്ലീൻ ആകണം. ഐശ്വര്യത്തിന് നിദാനമായതെന്തോ അത് ഈശ്വരൻ. ഐശ്വര്യത്തിന് നിദാനമായതാണ് ഈശ്വരൻ. അതുകൊണ്ട് അമ്പലത്തിനകത്ത് എണ്ണ പൊട്ടി ഒലിക്കരുത്. കരിയും ചവറും മടലും പൊതിമടലും എല്ലാം ഉണ്ടാവരുത്.
കരിഞ്ഞ പാത്രം പുറത്തിടരുത്. അതിനകത്ത് പൂജാരി ക്ലീൻ ആയിരിക്കണം. പൂണൂലുണ്ടെങ്കിൽ വെളുത്ത പൂണൂലായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. പൂണൂലുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളുത്ത പൂണൂല്, മുഖത്തൊരു പ്രസന്നത ഉണ്ടാവണം. ക്ഷേത്രത്തിൽ വരുമ്പോൾ ഐശ്വര്യം, നല്ല ക്ലീൻ ആയിരിക്കണം. ഈ ചെറിയ മുണ്ടെടുത്തുകൊണ്ടൊന്നും നിൽക്കരുത്, ഫുൾ മുണ്ടെടുക്കണം. തന്ത്രവിധത്തിലൊന്നും പറഞ്ഞിട്ടില്ല ചെറിയ മുണ്ട് എടുക്കാവൂന്ന്. ഡബിൾ മുണ്ട് ചുവടറ്റം വരെ എത്തണം. ദർശനം. അമ്പലത്തിലെ ശ്രീകോവിലിനകത്ത് സ്വർണം പൂച്ചണം എന്നൊന്നുമില്ല. ക്ലീൻ ആയിട്ട് നിറച്ചു വിളക്ക് എത്തിക്കുക. കാണുമ്പോ തന്നെ മനസ്സിനകത്ത് ആഹ്ലാദം ഉണ്ടാവണം. അതാണ് ദർശന സുഖം, ദർശന സൗഭാഗ്യം. ഈ കൊടിമരം സ്വർണം കൊണ്ടുണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എല്ലാത്തിലും ക്ലീൻലിനെസ്, നീറ്റ്നെസ് ഉണ്ടാവണം. തുറവൂർ അമ്പലത്തിൽ അടുത്ത കാലത്ത് പോയി, 2 സ്വർണ്ണ കൊടിമരം. ആ സ്വർണ്ണ കൊടിമരത്തിന്റെ ചുവട്ടിൽ അത്രയും മാടപ്രാവിന്റെ കാഷ്ടം. എത്ര സ്വർണം വെച്ചാൽ എന്താ കാര്യം? അകത്ത് നിറച്ച് ക്ലീൻലിനെസ് ഇല്ല. സമ്പത്തിന് ഒരു കുറവുമില്ല. അപ്പുച്ചേട്ടൻ അടിപൊളിയായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അകത്ത് ക്ലീൻ ആക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇവിടേക്ക് വരണം എന്തിനാ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാ പോരെ. ക്ലീൻ ആയിരിക്കണം. അവിടെ തോർത്തമുണ്ടൊന്നും തൂക്കിയിടരുത്. അമ്പലത്തിന് ആ നീറ്റ്നെസ് ഉണ്ടാവണം. തടപ്പള്ളി അടക്കള ക്ലീൻ ആയിരിക്കണം. ദർശനം നല്ല പൂക്കളൊക്കെ ഇട്ട മാല ചേർത്ത് പ്രഭാമണ്ഡപത്തിന്റെ മുമ്പിൽ വേണം. ഞാൻ പറയാറുണ്ട്, ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈശ്വരനെ മാത്രമേ മറ്റുള്ളവന്റെ ദുഃഖം മാറ്റാൻ പറ്റുള്ളൂ, അല്ലേ? ഈശ്വരൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പോകുന്നവന് കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? കരച്ചിൽ പ്ലസ് ദിസ് കരച്ചിൽ ഈസ് ഈക്വൽ ടു കൂട്ടക്കരച്ചിൽ. അതല്ലേ ബിഷപ്പിനോട് പറയാറുണ്ട് ഞാൻ. പള്ളിയിൽ യേശുദേവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവനും പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കരച്ചിൽ പ്ലസ് ഈ കരച്ചിൽ. യേശുദേവനെ ചിരിച്ചുകൊണ്ട് വെച്ചൂടെ? 2000 വർഷമായിട്ട് കുരിശിലിരിക്കുകയല്ലേ, ഒന്ന് താഴ്ത്തിറക്കിക്കൂടെ? അപ്പോഴാ അച്ഛന്മാര് പറയും, ഞങ്ങൾ താഴത്തേക്ക് ഇറക്കി അവിടുത്തെ ക്രിസ്ത്യാനികൾ പിന്നെ മോളിൽ കയറ്റും, അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ചേട്ടാ. ആലോചിച്ച് നോക്കാം. അല്ല, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യേശുദേവൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് എല്ലാം മഹർഷിമാരെ പോലെ ഒരു യേശുദേവൻ ഇരുന്നാൽ എന്താ കുഴപ്പം? പാടില്ല എന്നുള്ളതുകൊണ്ടോ? ഇങ്ങനെ ജീവിതത്തിലെ 3 മണിക്കൂറാണ് കുരിശിലിരുന്നത്. ബാക്കി 38 മണിക്കൂർ നിലത്തായിരുന്നത്. ആ 38 മണിക്കൂർ നിലത്തിരുന്ന അദ്ദേഹത്തിന് നിലത്തിരുത്തിക്കൂടെ? ഈ 3 മണിക്കൂറിനെ ഓർമ്മിപ്പിക്കാൻ എന്തിനാ? എന്റെ പാപത്തിനു വേണ്ടി അദ്ദേഹം കുരിശിൽ കയറിയത്. അത് ശുദ്ധ സംബന്ധം. 2000 വർഷം മുമ്പ് ഒരാൾ മരിച്ചെങ്കിൽ എന്റെ പാപത്തിന് വേണ്ടി 2000 വർഷം മുമ്പ് മരിക്കുമോ? എനിക്ക് ശേഷമല്ലേ അങ്ങേര് മരിക്കേണ്ടത്? എന്നാലേ എന്റെ പാപം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. KSRTCയുടെ ടിക്കറ്റ് പോലും ട്രാൻസ്ഫറബിൾ അല്ല, പിന്നെ ആ പാപം ട്രാൻസ്ഫറബിൾ? എന്റെ പാപം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് വിശന്നാൽ നിങ്ങൾ ഊണയിച്ചാൽ മതിയോ? എനിക്ക് ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതിയോ? അതെങ്ങനെ ശരിയാവുക? ആ കുരിശിനെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം അനുഭവിച്ച ത്യാഗാണ്. അദ്ദേഹത്തിന്റെ ദുഃഖം സഹിക്കാൻ വയ്യാതെ അങ്ങേര് അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നു. അപ്പോഴാണ് ഞാൻ ചെന്ന് പറയുന്നത്, എന്റെ ദുഃഖവും കൂടി അങ്ങയുടെ തലയിൽ വെച്ചോളാൻ. വെറുതെ അല്ല ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഹാഭാവികളെ എന്ന് വിളിക്കുന്നേ. കാരണം സംപൂജ്യനായ യേശുദേവന്റെ തലയിലേക്ക് പാപം എത്തിവെക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ആലോചിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഞാൻ പറയാം, ഉറപ്പിച്ച് തന്നെ പറയാം, മൈക്കിന്റെ മുമ്പിൽ ഏതെങ്കിലും ഈശ്വരൻ ആടിനെ ബലി വേണമെന്ന് പറയോ? മൃഗങ്ങളെ ബലി വേണമെന്ന് പറയോ? പറയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഈശ്വരനൊന്നും ഈശ്വരനല്ല. ബംഗാളിലെ കൽക്കട്ട കാളി ക്ഷേത്രത്തിൽ എത്രയാ ആടുകളെ കൊല്ലുന്നത്? ആ കൽക്കട്ട കാളിയുടെ നെഞ്ചത്ത് കൂടെ ബുൾഡോസർ കൊണ്ടുപോയാൽ അവിടെ ഈശ്വരൻ അവിടെ പുഷ്പവൃഷ്ടി നടത്തും. കാരണം അങ്ങനെയുള്ള ഈശ്വരൻ, വാശി, പക, വിദ്വേഷം, ദേഷ്യം, ഇങ്ങനെയൊക്കെ ഈശ്വരന്മാർക്കുണ്ടോ? ഞാൻ ഏതോ ഒരു സിനിമാ നടൻ വിനായക ചതുർത്ഥി ദിവസം ബോംബെയിൽ ഡാൻസ് കളിക്കുന്നത് കണ്ട് ആഗ്രയിലെ മൗലവി പറഞ്ഞു, ഇവനെ ഇനി മുസ്ലാം മതത്തിൽ നിന്ന് കളഞ്ഞു. കാരണം നമ്മുടെ ഈശ്വരൻ ദേഷ്യപ്പെടും. എന്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തിനെ വിശ്വസിക്കരുത്. എങ്ങനെയത് പറയാ? എന്റെ ചായക്കടയിൽ നിന്നല്ലാണ്ട് ചായ കുടിക്കരുതെന്ന് പറയണ മാതിരിയാ. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്. എന്റെ വഴി മാത്രം കറക്റ്റ്, എന്റെ പുസ്തകം മാത്രം കറക്റ്റ്, എന്റെ ആരാധന മാത്രം കറക്റ്റ്, എന്റെ പള്ളി മാത്രം ശരി. ഇതിനൊക്കെ ഈ 21ാം നൂറ്റാണ്ടിൽ എന്ത് പ്രസക്തിയാ ഉള്ളത്? ഏത് വഴിയും ശരിയാണെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രത്തിന്റെ മക്കളാണ് നമ്മൾ. അതാണ് നമ്മുടെ ആരാധനയില് ദർശനം. ക്ലീൻ ആയിരിക്കണം. അമ്പലത്തിനകത്ത് ചെല്ലുമ്പോ ക്ലീൻ. അതുപോലെ കീർത്തനം ചൊല്ലണം. ഓം നമോ നാരായണായ. 1 മിനിറ്റില് 60 പ്രാവശ്യത്തിൽ കൂടരുത്, 40 പ്രാവശ്യത്തിൽ കുറയരുത്. അങ്ങനെയാ നാമം ജപിക്കുക. ഓം നമ ശിവായ 68 പ്രാവശ്യത്തിൽ കൂടരുത്, 38 പ്രാവശ്യത്തിൽ കുറയരുത്. ഓം ഭൂർഭുവഃ സ്വഃ
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഒരു മിനിറ്റില് 8 പ്രാവശ്യത്തിൽ കൂടരുത്, 4 പ്രാവശ്യത്തിൽ കുറയരുത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. മൃത്യുഞ്ജയ മന്ത്രാണ്. അത് കേൾക്കുമ്പോ തന്നെ എന്ത് തരിപ്പുണ്ടാവുക. ഇത് കേൾക്കണമൊക്കെ അടുത്തത് നിങ്ങൾ കേൾക്കാം. ദയാപരനായ കർത്താവേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. കേൾക്കുമ്പോ എങ്ങനെയുണ്ട് വ്യത്യാസം? ബിഭ്രതോർഭിക്കുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്തപരാഗാമൃതരസകിലത ദ്രിപ്രഭാ പഞ്ചവക്ത്ര ത്രക്ഷക്കോടീരകോടിലകടിതതുകിനരോജിഷ്കലാത്തുംഗമൗലി. കേട്ട് കഴിയുമ്പോ തന്നെ മനസ്സിനകത്തൊരു ആഹ്ലാദം ഉണ്ടാവുക. എന്തൊരു രസമാണ് ആ മന്ത്രത്തിനുണ്ടാവുക. അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ പോലും സാരില്ല, ആ എഫക്റ്റ് ഉണ്ടാവണം. കീർത്തനത്തിന്റെ എഫക്റ്റ് അതാ. നാമം ജപിക്കുമ്പോ വലത് സൈഡിൽ 7 പേരുണ്ടെങ്കിൽ 7ാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ശബ്ദത്തിൽ ജപിച്ചാൽ മതി. പുറത്തുള്ളതെല്ലാം കേൾക്കണ്ട. 6 മീറ്ററിനുള്ളിലുള്ളവർക്ക് കേൾക്കണം, അത്ര മതി. വേദമന്ത്രം ആർക്ക് വേണമെങ്കിൽ ചൊല്ലാം. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ലെഫ്റ്റിസ്റ്റിനും റൈറ്റിസ്റ്റിനും മിഡിലിസ്റ്റിനും അപ്പറിലുള്ള തുവത്തിലുള്ള ആർക്കും ചൊല്ലാം. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. വേദമന്ത്രം മാത്രം ചൊല്ലുമ്പോ ശ്രുതി ഉണ്ടാവണം. ശ്രുതി ഇല്ലാതെ വേദമന്ത്രം ചൊല്ലരുത്. മറ്റെല്ലാം ചൊല്ലാം. എന്താ ശ്രുതി? ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേ ഭർഷിവിരീഡ്യോ നൂതനൈരുതാം സദേവാങ് ഏഹവക്ഷതി അഗ്നിനാ ആരയിമശ്നവത്പൂഷാമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമത്വരം വിശ്വത പരിപൂരസി സയദ്ദേവേഷു ഗച്ഛതി. ഇതാണ് വേദമന്ത്രത്തിന്റെ ശ്രുതി. ഈ ശ്രുതി പഠിക്കണമെങ്കിൽ 5ാമത്തെ വയസ്സ് മുതൽക്ക് തുടങ്ങണം. അത് ബുദ്ധിമുട്ടാ പലർക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് എല്ലാവരും വേദം പഠിക്കണ്ട. ഏത് വ്യക്തിക്കും വേദം പഠിക്കാം. നിങ്ങൾ ഏത് ജാതിയായാലും മതമായാലും വേദം പഠിക്കാം. പക്ഷെ പഠിക്കുമ്പോ അപ്സുമേ സോമോ അബ്രവീദം യദന്തർവിശ്വ നിഭേഷജാഹ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജീഹി ആപപ്രണീതഭേഷജം വരൂദം തൻവേ. യോക്ച സൂര്യം ദൃശേ. ഇത് വേദമന്ത്രത്തിന് മാത്രമുള്ള ശ്രുതിയാ. ഇത് ഇങ്ങനെ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ആർക്കും ചൊല്ലാം. ഉറപ്പു പറയുന്നു. വേദം പഠിക്കാൻ ഭാഗ്യം കിട്ടി, അതുകൊണ്ട് മാത്രം കുറച്ച് വേദം പഠിക്കാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം. ഈശ്വരനെ എപ്പോഴും സ്മരിക്കുക, എപ്പോഴും സ്മരിക്കണം. പലപ്പോഴും ഭയങ്കര എഫക്റ്റാണ്. എന്താ കാരണം? മനസ്സിനകത്തൊരു സപ്പോർട്ട്. എല്ലാ വികാരങ്ങളും ഉണ്ടാവുന്ന മനസ്സിലാണ്. ഒരു ഭയം, ദേഷ്യം, വാശി, പക, വിദ്വേഷം, സങ്കടം, ദുഃഖം, തടസ്സം, ടെൻഷൻ. ആരോട് പറയും? ഒരാളോടും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. അപ്പൊ ഒരാൾ പറയാന്ന് വിചാരിക്കാം, സാറിന് ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. എന്താ സൊല്യൂഷൻ? മൻമോഹൻ സിംഗിനെ വിളിച്ച് പറഞ്ഞാൽ മതി. എന്റെ അമ്മേ, ലോകത്തില് കരയുകയും ചിരിക്കുകയും ചെയ്യാത്തവര് 3 പേരാ. ഒന്ന് വേദവ്യാസൻ, ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. പിന്നെ ശ്രീകൃഷ്ണൻ, ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 3ാമത്തെ ആള് മൻമോഹൻ സിംഗ, ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. കാരണം ഇവിടുന്ന് മുകളിലേക്ക് തലപ്പാവുണ്ട്, ഇവിടുന്ന് താഴത്തേക്ക് താടിയുണ്ട്. ഇങ്ങനെ ചിരിക്കുകയാണോ കരയാണോ എന്ന് പുറത്ത് നോക്കിയാൽ അറിയേയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഓർമ്മിക്കുക, ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു അസാധാരണ പ്രതിഭാശാലിയാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും
ഒരേ കാലഘട്ടത്തിൽ പ്രൊഫസറായിരുന്ന വ്യക്തികളില് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗാണ്. കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒരേ കാലഘട്ടത്തില് 60 മൈലുണ്ട് രണ്ടും തമ്മിലുള്ള അകലം. 60 മൈൽ അകലത്തിൽ ഇവിടെയും അവിടെയും പ്രൊഫസറായിരുന്ന ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതില് ഒരേ ഒരു ജീനിയസ് പ്രൊഫസർ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നാളെ നമ്മുടെ ജാഥയാണടേ, മഴ പെയ്യുമെന്നൊരു സംശയം കേട്ടാ. നമ്മൾ എന്താ ചെയ്യാൻ പോകണം? ഞാൻ പഴവങ്ങാടി ഗണപതിക്ക് 101 നാളികേരം ഉടച്ചു കേട്ടാ. യുക്തിവാദിയുടെ മീറ്റിംഗ് 101 നാളികേരം. ഞാൻ തമാശയായിട്ട് പറയല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മൊത്തം അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അമ്മാവാ കാര്യമൊക്കെ ശരിയാ, മഴ പെയ്യാൻ വേണ്ടി ആരെങ്കിലും 108 നാളികേരം ഉടച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ അമ്മ? അപ്പൊ ഒരു 121 തട്ടാ അല്ലേ? കാരണം നാളെ മകളുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആരോട് പ്രാർത്ഥിക്കും? മറ്റന്നാ മകളുടെ മാരേജ്, മഴക്കാറ് അടിച്ച് കലക്കി ഫോർകാസ്റ്റിംഗ് മഴയുണ്ടാവും. ആരോട് നെഞ്ചു തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും? ചിന്തിച്ചു നോക്ക. ഒറ്റ ശക്തി. ഏത് യുക്തിവാദിക്കും ഈശ്വര വിശ്വാസം ഇല്ലാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ അടിവരയിട്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു, 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും 1 PhDയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ഒരു സയന്റിസ്റ്റിനെ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ. അത് വാങ്ങിക്കാനും ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണൻ പറയുന്നു, യുക്തിവാദിക്ക് യുക്തിവാദിയായിരിക്കാൻ സാധ്യമല്ല, ഈശ്വര വിശ്വാസം ഉണ്ടാവാതിരിക്കാൻ സാധ്യമല്ല. പുറത്തിരുന്നോണ്ട് കുറെ ഒച്ചയെടുക്കാം, അകത്ത് പോയിട്ട് ആദരടച്ചിരുന്ന് പ്രാർത്ഥിക്കാതിരിക്കില്ല. അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓർമ്മിക്കുക, സ്മരണ, ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം. നമ്മൾ ആരുടെ മുമ്പിൽ ചെല്ലുമ്പോഴും വന്ദിക്കുക. ഞാൻ പലപ്പോഴും പലരോടും പറയാതെ കഴിയുന്നത് ഷെയ്ക്കാൻ്റെ ഒഴിവാക്കുക. കാരണം അയാൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ വല്ല ചായയും ഉഴുന്നുവടയും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൈ കഴുകാൻ വെള്ളം ഉണ്ടാവില്ല. അയാൾ കൈ തുടയ്ക്കും. നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഷെയ്ക്കാൻ്റെ എന്ന അയാളുടെ പരിപ്പോഴയുടെ എണ്ണ നിങ്ങളുടെ കയ്യിൽ. നമസ്തേ പറഞ്ഞാൽ സിമ്പിളല്ലേ? ആരോടും നമസ്തേ പറയാ. ഏത്തോടണമെങ്കിൽ എത്തോടാ, തൊട്ട് തലയിൽ വെക്കണമെങ്കിൽ വരിക, 3 പ്രദക്ഷിണം വെക്കുക, സൂര്യനമസ്കാരം ചെയ്യുക. ഇതൊക്കെ വന്ദനമാണ്. വന്ദിക്കുക. വന്ദിക്കുക എന്നതിന്റെ അർത്ഥം തന്നെ ഉയരുക എന്ന അർത്ഥം. ഉയരങ്ങളിലേക്ക് ചൈതന്യവത്തായി പോവാ. ഈശ്വര വന്ദനം. സൈക്കിളിലൂടെ പോകുന്ന വ്യക്തി അവിടെ ഇറങ്ങി, എന്റെ ഈശ്വര, എന്റെ ദേവി, മതി, അത് വന്ദനമാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് വരികയാണെങ്കിൽ ആരാധ്യനായ സംപൂജ്യനായ P. ഗോവിന്ദപിള്ള അവിടെ ഉണ്ടെങ്കിൽ, തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ 6:20, 6:25 പഴവങ്ങാടി ഗണപതി കോവിലില് അദ്ദേഹം തൊഴാൻ വരും. തൊഴില്ല അദ്ദേഹം, ഇങ്ങനെ കൈ താഴെ വെച്ച് ഇങ്ങനെ നിൽക്കേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം എന്തൊരു രസമെന്ന് പറയാം. അദ്ദേഹം ഗണപതി തമ്മിൽ സംസാരിക്കാം. കൃത്യമായിട്ട് P. ഗോവിന്ദപിള്ള നിൽക്കുന്ന കാണാൻ സാധിക്കും. ഞാൻ പറയാൻ കാരണം അതും വന്ദനാണ്. നിങ്ങൾ കൈ കൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ നാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു ആക്ഷനും വേണ്ട, നേരെ നിന്ന് ഒരു ദർശനം മാത്രം മതി. അത് തന്നെയാണ് വന്ദനം. മോർ ദാൻ ഇനഫ്. അല്ല, തലയിലും നെറ്റിയിലും, തലയിലും മൂക്കിലും നെറ്റിയിലും തൊടണമെങ്കിൽ അതും വന്ദനാണ്. കാതിനോ വിശ്വാമിത്ര ഋഷി, ദേവി ഗായത്രി ചന്ദ, മിത്രോ ദേവത. ഈശ്വരൻ ഇവിടെയാ കുടികൊള്ളുന്നത്. പ്രാണൻ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ബുദ്ധി ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് അമ്പലത്തിൽ ചെല്ലുമ്പോ തലയും മൂക്കും നമ്മുടെ നെഞ്ചും തൊടുന്നത്. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടാവില്ല. ഈ ഹൃദയത്തിലാണ് നമ്മുടെ ഈശ്വരൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ തൊഴുമ്പോ കൈ രണ്ടും കൂപ്പി ഈ 2 പെരുവരല് ഹാർട്ടിലാ തൊടേണ്ടത്. കാലിന്റെ പാദം 30 ഡിഗ്രി, മുഖം സ്ട്രെയിറ്റ്, കണ്ണ് 20 സെക്കൻഡ് തൊഴുകയാണെങ്കിൽ 5 സെക്കൻഡ് തുറന്ന് 15 സെക്കൻഡ് കണ്ണടച്ച് 5 സെക്കൻഡില് ആ വിഗ്രഹത്തിന്റെ രൂപം അകത്തേക്ക് എടുക്കുക. 15 സെക്കൻഡ് കണ്ണടച്ച് അകത്തുനിന്ന് ധ്യാനിക്കുക. അപ്പൊ അകത്തുള്ള ഈശ്വരനെ തിരിച്ചറിയാനുള്ള പന്ഥാവാണ് കണ്ണ് തുറന്ന് ആ രൂപം അകത്തേക്ക് എടുക്കുക. ഇമേജ് അകത്തേക്കെടുത്ത് ഇമാജിൻ ചെയ്യുക. സിമ്പിളാണ്. ഇമേജ് അകത്തേക്കെടുത്ത് ഇമാജിൻ ചെയ്യുക. അത് ലോവർ ലെവൽ. നമ്മുടെ ലെവലിലാ. നിങ്ങൾ കുറെ ഉയർന്ന് ഈശ്വരനെ പ്രപഞ്ചത്തിൽ മുഴുവനും കാണാൻ സാധിക്കുന്ന അവസ്ഥ എത്തിയാൽ നിങ്ങൾക്ക് അമ്പലവും വേണ്ട, ഒന്നും വേണ്ട. അത് എത്താതെ അമ്പലം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അബദ്ധം പറ്റും. എന്താ കാരണം? ഭൂമിയെ കുറിച്ച് പഠിപ്പിക്കാൻ ഒരു കുട്ടിയുടെ അടുത്ത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്ക് മനസ്സിലാവില്ല. അവിടെ ഒരു ഗ്ലോബ് വെച്ച് കൊടുക്കണം. ഗ്ലോബ് വെച്ച് കൊടുത്താൽ ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാവും അവന്. 10ാം ക്ലാസ്സും അതിലപ്പുറം കടന്നാൽ പിന്നെ ഗ്ലോബ് വെക്കണ്ട,
നല്ല മാപ്പ് വെച്ച് കൊടുത്താൽ ധാരാളം മതി. എത്ര റാഷണൽ തിങ്കിങ്ങാ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത്. ഈ മുസ്ലിമിന്റെ അടുത്ത് എന്ന് ചോദിക്കാം, നിങ്ങൾ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, ഈശ്വരന്റെ രൂപം എന്താ അറിഞ്ഞൂടാ. രൂപം കിട്ടാതെ നിങ്ങൾ എങ്ങനെ മനസ്സിനകത്ത് പ്രാർത്ഥിക്കും? ഒരു രൂപം കിട്ടാതെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കും? എങ്ങനെ ചിന്തിക്കും? ആരോട് പ്രാർത്ഥിക്കും? പ്രകർഷേണ യത് അർത്ഥയതി തദേവ പ്രാർത്ഥന. ചൈതന്യവത്തായി ജഗദീശ്വരനോട് ചോദിക്കുന്നത് എന്തോ അത് പ്രാർത്ഥന. ചോദിക്കണമെങ്കിൽ രൂപം മനസ്സിനകത്ത് വേണ്ടേ? മനസ്സിനകത്ത് രൂപമില്ല. രൂപമുണ്ടെങ്കിൽ ഡേഞ്ചറസ്. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് മതചടങ്ങാക്കി ഒരു ഭയങ്കര ചങ്ങല മാതിരിയാക്കി മാറ്റിയത്. അങ്ങനെ പ്രാർത്ഥിപ്പിക്കാൻ അതിന്റെ പരിണത ഫലമാണ് ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രം സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ നോക്കുക. സ്വസ്ഥമായിട്ട് ഒരു മുസ്ലിം രാഷ്ട്രത്തിലുണ്ടോ നോക്കുക. അങ്ങനെ ഒരു മതത്തിനെയും താഴ്ത്തല്ല, ഒരു മതത്തിനെയും ഡീഗ്രേഡ് ചെയ്യല്ല. വെറുതെ ചോദിക്കാം, ഈ മനുഷ്യ മനസ്സിനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ രൂപം കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അമ്പലം ഉണ്ടാക്കിയത്. അപ്പോ ആ സ്മരണം, വന്ദനം, അർച്ചന കൈകൊണ്ട് അർച്ചിക്കുക, മന്ത്രം ചൊല്ലി അർച്ചിക്കുക. ഓം ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞൈ നമഃ, ശ്രീമത് സിംഹാസനേശ്വര്यै നമഃ, ചിദഗ്നികുണ്ഡസംബോധാयै നമഃ, ദേവകാര്യസമത്യതാयै നമഃ, ഉദ്യദ്ഭാനുസഹസ്രാഭാयै നമഃ, ചതുർബാഹുസമന്വിതാयै നമഃ, രാഗസ്വരൂപഭാഷാഢ്യാयै നമഃ, ക്രോധാകാരാങ്കുശോജ്വലാयै നമഃ, മനോരൂപേക്ഷു കോദണ്ഡാयै നമഃ, പഞ്ചതന്മാത്രസായകാयै നമഃ, നിചാരണ പ്രവാഹപുരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡലാयै നമഃ, ആത്മകാശോകപിന്നാഗോഗന്ധ്യലസ്കജാयै നമഃ, ഒരുവിന്ദമണിശ്രേണീകനൽ കോടീരവണ്ഡിതാयै നമഃ. ഈ വാക്കിലൂടെ പറയുമ്പോൾ അർച്ചനയാക്കി മാറ്റുകയാണ് നമ്മൾ. എന്തൊരു മാറ്റാ മനുഷ്യ മനസ്സിലും ശരീരത്തിലും ഉണ്ടാവുക. അത് സയന്റിഫിക്കാണ്. അവിടെ റിലീജിയൻ ഇല്ല, മതമില്ല, ഒരു പരിധിക്കപ്പുറം ആത്മീയതയുമില്ല. അതുകൊണ്ടാണ് ഈ നാടിന്റെ സംസ്കാരം ഇങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അർച്ചനം, വന്ദനം, സമർപ്പണം അമ്പലത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക. അമ്പലം നന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമർപ്പിക്കുമ്പോ 7 തലമുറ ഉജ്ജ്വലമാവുന്ന പറയാ. ഈ ക്ഷേത്രം വളർന്ന് വളർന്നു വരണം. NSSന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് എന്ന് ആരോ പറയുന്നിട്ട് എല്ലാവർക്കും ഒരേ അവസ്ഥ കൊടുത്ത ക്ഷേത്രം ഇത് വളരണം, ഇത് ഉയരണം. അടുത്ത വർഷം ഇവിടെ എത്തുമ്പോൾ നല്ല ഗ്രാൻഡ് ആയിരിക്കണം. സാധിക്കുമെങ്കിൽ ഒരു സ്കൂളൊക്കെ തുടങ്ങണം. അച്യുതാനന്ദന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷനൊക്കെ തരും. തൽക്കാലം 4ാം ക്ലാസ് വരെയൊക്കെ തുടങ്ങാം. അപ്പുറത്തെ പള്ളി സ്കൂളുണ്ടെങ്കിൽ മൊത്തം ഇങ്ങോട്ട് എടുക്കാം. ആ പിള്ളേരെ മൊത്തം ക്രിസ്ത്യാനിയെ ഉൾപ്പെടെ ഇങ്ങോട്ട് എടുക്കാം. വളരണം, ഉയരണം. ഒരു അമ്പലം മാത്രമായിരുന്നിട്ട് കാര്യമില്ല. 10 വർഷം മുമ്പ് ഈ അമ്പലം എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഉള്ളത്? ഇപ്പൊ എന്നോട് പ്രസിഡന്റ് പറയണ്ടായി, 300 വർഷം പഴക്കമുള്ള ഒരു മരമാണ് ഇതെന്ന്. അത് അനങ്ങാൻ പറ്റാത്തതുകൊണ്ട് 300 വർഷം നിൽക്കുന്നു. നിങ്ങൾക്കൊക്കെ അനങ്ങാൻ പറ്റും. 300 വർഷം ഇങ്ങനെ ഇരുന്നാൽ എന്താ പ്രയോജനം? വളരണം, ഉയരണം. ഉജ്ജ്വലമായിട്ട് ക്ഷേത്രം അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വളരണം. അതാണ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആ കുറേയധികം കഥനവടിയും കുറേയധികം ഡൈനാമിറ്റും ഒക്കെ പൊട്ടിക്കുന്നത് ഈശ്വരന് പോലും ചെവി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ. അതൊന്നുമല്ല ആരാധന. ഒരു 10-40 ആനയെ കൊണ്ടുവന്ന് അടിപൊളി ആന, ആ മൃഗത്തിന്റെ ശാപം കൂടി അമ്പലത്തിനകത്തേക്ക് വലിച്ചു വെക്കരുത്. ഒരു ആനയെ ലോറി കൊണ്ടുപോകുമ്പോൾ മറിഞ്ഞു വീണു. 2 എണ്ണത്തിനും ബോധമില്ല. ആനയെ കൊണ്ടുപോകുന്നവനും ബോധമില്ല, ആന കെട്ടിയവനും ബോധമില്ല. അത് ഏത് അമ്പലത്തിലേക്കാണോ പോകുന്നത് അവിടെയുള്ളവർക്കും ബോധമില്ല. എന്തിനാ ഈ മൃഗത്തിനെ ഇങ്ങനെ കാണിക്കുന്നത്? ആർക്ക് വേണ്ടി ഈ മൃഗത്തിനെ ഇങ്ങനെ 5 ലക്ഷം 4 ലക്ഷം 3 ലക്ഷം രൂപ അതിന്റെ കാലിലൊക്കെ കൂച്ചുവിലങ്ങിട്ട് അതിനെ പിടിച്ച് ഈശ്വരനെ മുകളിലിരുത്തിക്കുന്ന ഈശ്വരന് സന്തോഷം വരുന്നത് നിങ്ങൾക്ക് തോന്നണ്ടോ? ഈശ്വരന് എത്രയോ സന്തോഷം വരുന്ന കാര്യമാണ്. മാനവരാശിക്ക് വേണ്ടി സമർപ്പിക്കുക, ക്ഷേത്രം ഉയർത്തുക, പാവപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കുക, നന്മകൾ ചെയ്യുക. അതാണ് 8ാമത്തെ ആരാധന, സേവനം. ലാസ്റ്റ് വൺ സേവിക്കുക. മാനവ സേവ, മാധവ സേവ, നരസേവ, നാരായണ സേവ. ഈ അമ്പലത്തില് അന്നദാനമുണ്ട് എന്ന് മൈക്കിലൂടെ കേട്ടു, നല്ലതാ. പക്ഷേ ആ റോട്ടിലെ ഹോട്ടലിൽ പോയി ഊണ് കഴിക്കുമ്പോൾ 15-18 രൂപ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഫ്രീ ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞ് വരുന്നതിനാണെങ്കിൽ അത് അന്നദാനം അല്ല. അതല്ല അന്നദാനം. അന്നദാനം അർഹിച്ചവന് കൊടുക്കലാണ് അന്നദാനം. ഓർമ്മിക്കണം. ഈ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാതെ ചോറ് കഴിച്ചു പോകരുത്. ഞങ്ങൾക്കൊരു ക്ഷേത്രമുണ്ട്, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം. അവിടെ അന്നദാനം ഉണ്ട്. 7 രൂപയുടെ ടോക്കണാണ്. 7 രൂപയുടെ ടോക്കൺ 5 രൂപയുടെ പുസ്തകം അവർക്ക് കൊടുക്കും. ഏത് പുസ്തകം വേണമെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാം. 7 രൂപ തരാൻ ഒരാൾക്കും വിഷമവും ഇല്ല.
ആ അന്നദാനത്തിന്റെ പൈസ കൊണ്ട് ഈ അമ്പലം വളർത്തിക്കൂടെ? ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുന്നതിന് പകരം ഇവിടെ നിന്ന് ഊണ് കഴിച്ച് അമ്പലത്തിനകത്ത് എച്ചിലാക്കിയിട്ട് അതും വേറെ വല്ലവരും തുടയ്ക്കുന്ന രീതിയിൽ പോകണോ? ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്. ഞാൻ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ, സാർ ഭാഗവത സപ്താഹം ആട്ടി പൊളി സാർ. ഗോപാലകൃഷ്ണൻ സാർ കേൾക്കാനാ പറയുന്നത്. എന്തോ കാരണം എന്നറിയാവോ? 40 പറ അരി വെച്ചു സാർ. 40 പറ അരി വെച്ചു. അത്രയും പേർക്ക് വെറുതെ ചോറ് കൊടുത്തു. എത്ര പേര് ഭാഗവതം കേൾക്കാനുണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല സാർ. 12:30 1:30 ഇടയ്ക്കാണ് ആൾക്കാർ മൊത്തം. ഇതാണോ അന്നദാനം? ഈ അന്നദാനത്തിൽ ഞാൻ തൊഴുകയോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഓരോ പാക്കറ്റ് ചോറ്, അരി ഈ ലോകത്തിൽ ഇവിടുത്തെ മുക്കുവന്മാരുടെ വീട്ടിലേക്ക് എത്തിക്കുക. അവർക്ക് കയ്യിൽ കിട്ടിയാൽ ഈ അമ്പലം അവർ ഓർക്കും. കൊടുക്കണം, മാറ്റണം. എല്ലാവരും ചെയ്യുന്ന മാതിരി നിങ്ങൾ ചെയ്യുന്നതല്ല. പാവപ്പെട്ടവന് കൊടുക്കണം. അവന്റെ വയറാ വിശക്കുന്നത്. വീട്ടിൽ ചോറുണ്ടാക്കണ്ടെന്ന് പറയുന്നവർക്ക് അല്ല വിശപ്പ്. അത് ഇന്ന് ഫ്രീയാ, ഇന്ന് അമ്പലത്തിൽ ചോറുണ്ട് കേട്ടാ. അത് കാരണം നമ്മൾ വീട്ടിൽ ചോറൊന്നും ഉണ്ടാക്കണ്ട, ഫ്രീ ആയിട്ട് കിട്ടും. അതല്ല അന്നദാനം. അന്നദാനം അർഹിച്ച ഇതത് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായത്തിൽ നോക്കിയാൽ അപാത്രം, യോജിപ്പില്ലാത്ത പാത്രത്തിലേക്ക് കൊടുക്കുന്ന ദാനം താമസിക ദാനമാണ്, സാത്വികമല്ല. മാറ്റണം. സേവനമാണ് ക്ഷേത്രത്തിന്റെ ഐശ്വര്യം. എല്ലാവർക്കും മതം മാറ്റാൻ വേണ്ടിയല്ല സേവനം നടത്താം. പള്ളിക്കാരൊക്കെ മതം മാറ്റാൻ വേണ്ടിയാ സേവനം നടത്താം. നിങ്ങൾ അല്പമൊക്കെ മാറ്റി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 10-20 ക്രിസ്ത്യാനിയെ ഹിന്ദു ആക്കിയാൽ എക്സലന്റ്, ഒരു തർക്കേടുമില്ല. ഒക്കെ ചെയ്യണം. ഇനി നമ്മൾ ഇതാക്കിയത് കൃത്യമായിട്ട് ഹിന്ദുക്കളോട് കാര്യം പറഞ്ഞാൽ, ക്രിസ്ത്യാനിയോട് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ ക്രിസ്ത്യാനിയായി തന്നെ തുടരണം. എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. ബൈബിള് ഒറ്റ പ്രാവശ്യം വായിക്കുക, മുഴുവനും വായിക്കണം. ഒരു പ്രാവശ്യം ഒരു ക്രിസ്ത്യാനി ബൈബിള് മൊത്തം വായിച്ചാൽ ഉറപ്പാ അയാൾ ഉടനെ ക്രിസ്തുമതം ഉപേക്ഷിക്കും. പിന്നെ അവിടെ തുടരില്ല അയാൾ. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനും ചേർന്നതല്ല. വല്ല 2-3 വരികൾ അബദ്ധത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. യേശു ക്രിസ്തുവോ നെഹോമോ ലേവിയറോ സംഖ്യയോ അല്ലെങ്കിൽ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മാത്യുവോ ലൂക്കോ പോളോ അല്ലെങ്കിൽ മത്തായി ആരുടെങ്കിലും സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ പറഞ്ഞിരിക്കുന്ന ആകെ ഉള്ളതായി പള്ളിയുടെ മതിലിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് മാത്രമേ നല്ലത്. ബാക്കിയുള്ളൊക്കെ മനുഷ്യന് പറ്റാത്തതാ. ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് ധരിച്ചേക്കരുത്. 21-ാം നൂറ്റാണ്ടിൽ യോജിക്കാത്ത 2000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രിമിറ്റീവായിരുന്ന കാലത്ത് അവരെഴുതിയതാണത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വ്യക്തമായിട്ട് ബൈബിളിനെ ഒരു കാരണവശാലും ആരാധനയുടെ ഭാവം വിട്ട് സംസാരിക്കുകയല്ല. പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ യോജിച്ചതായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അമേരിക്കയും കാനഡയും ഇംഗ്ലണ്ടും യൂറോപ്പും ബൈബിൾ വലിച്ചെറിഞ്ഞ് അവര് ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ ഇതായത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, അവര് സേവനം നടത്തുന്നത് മതമാറ്റത്തിനാണ്. നമ്മളത് ഇതുവരെ ചെയ്തിരുന്നില്ല. നമ്മൾ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് സേവനം നടത്തിയത്. ഇനി ചിലപ്പോൾ വേണ്ടി വരും മാറ്റാൻ. സർവ്വതിനെയും അടിച്ചകത്താക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ സ്ഥലം ഇതൊക്കെയാണ്. ഈ പ്രദേശത്തൊക്കെ വരുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാത്തിനും അടിച്ചകത്താക്കാം. എക്സലന്റ് പരിപാടിയാണ്. ഏക്കത്തിന് ഞാൻ അത് തന്നെയാ പറഞ്ഞത്. പലരും ഇന്ത്യ വിഷനിലൂടെ ഉള്ള സെമിനാർ ചർച്ച വരുമ്പോ പലരും പറഞ്ഞു, നമ്മുടെ മന്ത്രി സുധാകരൻ ശരിയല്ല കേട്ടാ, നമ്മൾ ഒരു കുഴപ്പമില്ല, അടിച്ചകത്താക്ക, എല്ലാവരെയും അടിച്ചകത്താക്ക. അതാണ് ബെസ്റ്റ് മെത്തേഡ്. സിമ്പിളാണ്, ഒരു പ്രശ്നമില്ല. അയാൾക്ക് കുറെ കുഴപ്പമുണ്ട്, സാരമില്ലെന്ന്, അതൊക്കെ ശരിയാക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് പിന്നീട് 10,000 വർഷം നിന്നൊരു സംസ്കാരം എല്ലാത്തിനും ശരിയാക്കും. അതാണ് സേവനം. സേവനം ചെയ്യണം. അമ്പലത്തിനകത്ത് ഭക്ഷണം കൊടുക്കണം വേണ്ടെന്നല്ല, ഭക്ഷണം കഴിച്ചവര് തത്തുല്യമായ സംഖ്യ ഈ ഭണ്ഡാരത്തിൽ ഇട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കാരണം ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. ഭഗവത്ഗീതയിലെ വരിയാണ്. ഈശ്വരനിൽ നിന്ന് എന്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ അങ്ങോട്ട് കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ചെയ്യുമ്പോൾ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ, പരമമായ ശ്രേയസ് എത്തണം. ആ ശ്രേയസ്സിലേക്ക് എത്താനായിരിക്കണം നമ്മുടെ സേവനം ക്ഷേത്രത്തിൻ്റെത്. ആ ക്ഷേത്രത്തിനകത്ത് ചെന്ന് ശാന്തമായിട്ട് തൊഴുത് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച്, പ്രദക്ഷിണം വെക്കുമ്പോൾ കൈവീശാതെ, ഒറ്റ ആളോട് സംസാരിക്കാതെ സാവധാനത്തിൽ പ്രദക്ഷിണം വെച്ച്, ശിവക്ഷേത്രമാണെങ്കിൽ വടക്ക് വശത്തുള്ള സോമരേഖ മുറിച്ചു കടക്കരുത്.
അതുകൊണ്ട് അപ്രദക്ഷിണം തിരിച്ചു വരണം. ശിവക്ഷേത്രത്തിൽ മാത്രം സോമരേഖ മുറിക്കാതെ നടന്ന് പുറത്ത് വന്ന് തീർത്ഥവും പ്രസാദവും ചന്ദനവും കഴിച്ച് അമ്പലത്തിന് പുറത്ത് ഒരു പ്രദക്ഷിണം വെച്ച്, ആൽമരമുണ്ടെങ്കിൽ 7 പ്രദക്ഷിണം വെച്ച്, സമയമുണ്ടെങ്കിൽ 7 പ്രദക്ഷിണം വെച്ച് തൊഴുതോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അകത്ത് കയറിയപ്പോ നിങ്ങളുടെ ശരീരത്തില് എത്ര എനർജി ഉണ്ടായിരുന്നോ അത് ഏതാണ്ട് 6 ഇഞ്ച് ഓറ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ 30 ഇഞ്ച് ഓറ, 2.5 അടി ഓറ നിങ്ങളുടെ ശരീരത്തിൽ വളരുന്നത് കാണാം. അതായത് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത് ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജി ആൻഡ് സ്പിരിച്വൽ എനർജി. ലൈറ്റ്, സൗണ്ട്, ഹീറ്റ്, കെമിക്കൽ ആൻഡ് സ്പിരിച്വൽ, 5 തരത്തിൽ, 4+1 5 തരത്തിലുള്ള എനർജൈസേഷന് വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. 6 ലക്ഷം രൂപ വിലയുള്ള കിർലിയൻ ഫോട്ടോഗ്രാഫി അമ്പലത്തിനകത്ത് കയറുന്ന സ്ഥലത്ത് വെച്ച്, നിങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ തള്ളവിരലൊന്ന് പ്രസ് ചെയ്യാം, പെരുവിരല് എത്ര എനർജി ഉണ്ടെന്ന് കമ്പ്യൂട്ടർ കാണിച്ചു തരും. അകത്ത് വന്ന് 3 പ്രദക്ഷിണം വെച്ച്, പുറത്തും പ്രദക്ഷിണം വെച്ച്, ആൽമരത്ത് പ്രദക്ഷിണം വെച്ച്, തീർത്ഥം കഴിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അതേ കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രോഡില് ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഓറ 30 ഇഞ്ച് വർദ്ധിച്ചിരിക്കുന്നത് കാണാം. പ്രൊവൈഡഡ് ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി 5 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ. അപ്പോ അമ്പലത്തിലേക്ക് വരുന്നത്, ക്ഷേത്ര ദർശനം നടത്തുന്നത്, ആരാധന നടത്തുന്നത് ഭാരതീയാചാരത്തിന്റെ അസാധാരണമാം വിധം ഉജ്ജ്വലമായ ശാസ്ത്രമാണ്. അടുത്ത കാലത്ത് ഷിക്കാഗോയിൽ ചെന്നപ്പോ സ്വാമിനാരായണ ക്ഷേത്രം കണ്ടു. എത്ര അമേരിക്കക്കാരാ അതിനകത്ത്. തിരിച്ചു വരുന്ന വഴിക്ക് ടൊറന്റോയിൽ ഉണ്ടായിരുന്നു ഒരു 10 ദിവസം. അവിടെ സ്വാമിനാരായണ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് കനേഡിയൻ പ്രധാനമന്ത്രിയാ. അവിടെ അതിനകത്ത് നിറച്ചു ഫ്രഞ്ചുകാരായിരുന്നു. കാനഡയിലകത്ത് ഫ്രഞ്ചുകാർ. അവരോട് ഞാൻ വെറുതെ ചോദിച്ചു, വൈ ആർ യു കമ്മിങ് ഹിയർ ആൻഡ് വിസിറ്റിംഗ്? ദിസ് ഈസ് മച്ച് ബെറ്റർ ദാൻ ഈഫൽ ടവർ, ഫാന്റാസ്റ്റിക്, വി ആർ ഗോയിങ് ടു സ്റ്റേ ഹിയർ. ആ അമ്പലം കാണുമ്പോൾ അവരുടെ റിസൾട്ട്, അവരുടെ റിയാക്ഷൻ കാണണം. മാറ്റണം. ഉജ്ജ്വലമായ ഈ ലോകം ഭാരതത്തിന്റെ മുമ്പില് തല കുനിക്കാതിരിക്കില്ല. സാധിക്കുമെങ്കിൽ നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അടുത്ത പ്രാവശ്യം മുതൽക്ക് ഈ നവംബർ 8-ാം തീയതിയാണ് ഈ വർഷം ദീപാവലി. അമ്പലത്തിന് ഇവിടെ കുറെ ചെറിയ നിവേദ്യം വെക്കുക, എല്ലാവരും കൂടി പായസമോ എന്തെങ്കിലും വെച്ച്, സ്ത്രീകള് കുറേശ്ശെ പായസം എടുത്ത് ഈ ഇവിടെ നിറച്ചിരുന്ന് ഇവിടെ നിന്നൊരാൾ മന്ത്രം പറഞ്ഞ് ആ പായസം ദേവിക്ക് നിവേദിക്കാം. ഈ ഭാരതത്തിലെ സ്ത്രീകള് എങ്ങനെയാണ് കുടുംബത്തിൽ ധർമ്മബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു നോട്ടീസ് ഉണ്ട്, അതും തരാം. അത് വായിച്ച് ഈ സ്ത്രീകളില് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്, അത് കുടുംബത്തിന് എത്രത്തോളം നന്മ വരുത്തുമെന്ന് ദീപാവലി ദിവസം പൊതുവെ ഉണ്ടാക്കുന്ന പായസം സ്ത്രീകളെ കൊണ്ട് നിവേദിപ്പിച്ച ഒരു പൊങ്കാല. അടുപ്പും കയറും വരിയും എല്ലാം കൂടി കൊണ്ടുവരണ്ട, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ അവർ ചൊല്ലേണ്ട മന്ത്രം, അവർ ചെയ്യേണ്ട ആചാരം, അവർ കേൾക്കേണ്ട സന്ദേശം, അരമണിക്കൂർ വീടുകൾ മാറും. അതുപോലെ തന്നെ എല്ലാ വർഷവും കർക്കടകത്തിലെ കർത്തവാവിന് ഇത്രയും വലിയ ക്ഷേത്ര മൈതാനിയില് പിതൃകർമ്മം നടത്തണം. പിതൃകർമ്മം നടത്താൻ നദി വേണ്ട, പുഴ വേണ്ട, കുളം വേണ്ട, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിതൃകർമ്മം നടത്തിയ സാധനം വെക്കാൻ നിങ്ങൾക്ക് എത്ര ആചാരത്തിന്റെ നോട്ടീസ് വേണോ ഇന്ന് ക്ഷേത്ര ഭാരവാഹികളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തയ്യാറാണ്. മാറണം. നമ്മളുടെ ആചാരത്തിനകത്ത് ശാസ്ത്രമുണ്ട്. ജീവിതത്തിൽ പകർത്തുമ്പോൾ കുടുംബം ഉജ്ജ്വലമാകാതിരിക്കില്ല, രാഷ്ട്രം മാറാതിരിക്കില്ല, സനാതന ധർമ്മം ചൈതന്യവത്തായി നിലനിൽക്കാതിരിക്കില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരി ഓർമ്മിപ്പിക്കുന്നു. ഇഫ് ക്രിസ്ത്യാനിറ്റി വാനിഷസ് ഫ്രം ഇന്ത്യ, നത്തിങ് വിൽ ഹാപ്പൻ. ഇഫ് ഇസ്ലാം vanishes from India, nothing will happen. If Hindu dharma vanishes from India, India will become the graveyard of the world. ഇസ്ലാം ഭാരതത്തിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഒന്നും സംഭവിക്കില്ല. ക്രിസ്ത്യൻ മതം ഭാരതത്തിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഒന്നും സംഭവിക്കില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം ഭാരതത്തിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഭാരതം ലോകത്തിന്റെ ശ്മശാന ഭൂമിയായി മാറരുത്. ഭാരതത്തെ തിരിച്ചു കൊണ്ടുവരണം.
60ാം വാർഷികം സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷിക്കുന്ന വേളയില് ഈ സനാതന ധർമ്മം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ജാതിക്കും ഒരു മതത്തിനുമായി വിട്ടുകൊടുക്കരുത്. നമ്മുടെ പൈതൃകമാണത്. ഭാരതത്തിന്റെ പൂർവ്വ പൈതൃകത്തിൽ നിന്ന് ആവേശമെടുത്ത് വർത്തമാനകാല ജീവിതത്തെ സമ്പുഷ്ടമാക്കി ഉജ്ജ്വലമായ ഭാവി നെയ്തെടുക്കാൻ നിങ്ങൾക്കേവർക്കും ജഗതീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഒരു അന്തരീക്ഷത്തില് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഒരു മാനസികാവസ്ഥയില് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഭാരതത്തിന്റെ പൈതൃകം പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആരും കോട്ടുവായ വിട്ടില്ല? നിങ്ങൾ ആരും എന്തുകൊണ്ടാ വാച്ച് നോക്കാത്തത്? ഒരു ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണമായതുകൊണ്ടല്ല നിങ്ങളിങ്ങനെ ഇരുന്നത്. എന്റെ സബ്ജക്റ്റ് ബയോകെമിസ്ട്രിയാ, ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയാ, ജേർണലിസമാണ്. ഞാൻ ആ സബ്ജക്റ്റിൽ ഇന്നൊരു പ്രഭാഷണം നടത്തിയാൽ ഒരൊറ്റ ആൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തിയത് കൊണ്ടല്ല നിങ്ങൾ ഇരുന്നത്, മറിച്ച് നിങ്ങളുടെ മനസ്സും ചിന്തയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇരുന്നത്. അപ്പൊ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന പരമപവിത്രമായ ഭാരതത്തിന്റെ ചൈതന്യത്തെ ഉജ്ജ്വലമാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് തയ്യാറാണ്. CD-യും VCD-യും പുസ്തകം, ബ്രോഷർ, കാസറ്റ് എന്തും എത്തിക്കാൻ തയ്യാറാണ്. കൂട്ടത്തിൽ ഒരു വരി കൂടി പറയുന്നു, ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല, ഒരു കോപ്പിറൈറ്റും ഇല്ല. എത്ര കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമോ കൊടുക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ www.iishorg 90-100 മണിക്കൂർ സ്പീച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാ വ്യാഴാഴ്ചയും പഠിക്കാനുള്ള മെറ്റീരിയല് തേഴ്സ്ഡേ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഹെറിറ്റേജ് ഇന്ത്യ ന്യൂസ് എന്നൊരു വെബ്സൈറ്റ് ഞങ്ങളുടെ തന്നെ ഉണ്ട്. രണ്ടാമത്തേത് ഈ നാട് എങ്ങനെ വളരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമുള്ളതാണ്. ഹെറിറ്റേജ് ഇന്ത്യ ന്യൂസ്.org. മറ്റേത് IISH.org, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ്, അബ്രിവിയേഷനാണ് IISH.org. ഭാരതീയ പൈതൃകത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള എന്തു സംശയവും അതിനകത്ത് ഡൗട്ടിന് ഒരു പ്രൊവിഷനുണ്ട്. അതിലൂടെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മതം ഏതുമാകട്ടെ, ജാതി ഏതുമാകട്ടെ, രാഷ്ട്രീയ പാർട്ടി ഏതുമാകട്ടെ, ഭാഷ ഏതുമാകട്ടെ, പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളായ നിങ്ങൾ ആ രാഷ്ട്രത്തിന്റെ പൈതൃകത്തിന്റെ അവകാശികളാണ്. നിങ്ങൾ അല്ലെന്ന് പറഞ്ഞാലുമാണ്. കാരണം എന്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ പറയുന്നു, ഇത് എന്റെ അമ്മയല്ല, എന്റെ അമ്മയല്ലാതെ ആവില്ല. അതുപോലെ ഈ ഭാരതമാതാവിന്റെ മക്കളായി ജനിക്കാൻ, ഭാരതത്തിന്റെ പൈതൃകം സ്വന്തമാക്കാൻ സാധിക്കുമ്പോഴാണ് ആത്മാഭിമാനമുണ്ടാവുക. ലോക ജനത 2 കയ്യും നീട്ടി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പൈതൃകത്തെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് പഠിച്ച് മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ച് ഭാരതീയ പൈതൃകത്തെ എതിർക്കുന്നവരോട് ശാന്തമായി പറഞ്ഞു കൊടുക്കുക. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം ഓർക്കുക, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടി പഠിക്കണം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രം പഠിക്കണം. വാദിക്കാനും ജയിക്കാനും വരുന്നവരുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് അവനെയും വെച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ടാവണം. അതാരോടും പറയണ്ട. അതുകൂടി ഉണ്ടാവുമ്പോഴാണ് ആണുങ്ങളാവുക, ആണത്വമുള്ള പെണ്ണുങ്ങളാവുക. അതാവശ്യമാണ്. ഒരിക്കലും തലകുനിക്കരുത്. ഈ രാഷ്ട്രം ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. ഇങ്ങനെ കലവൂരിൽ വന്ന് ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ സാധിച്ചപ്പോൾ ഇടയ്ക്ക് വരുന്ന വഴിക്ക് പല സ്ഥലത്തും മഴയുണ്ടായിരുന്നു. അപ്പൊ ആലോചിച്ചു, ഇവിടെ വന്ന് പ്രഭാഷണം തുടങ്ങുമ്പോൾ മഴ പെയ്താലുള്ള അവസരം എന്താ. അപ്പൊ പിന്നെ ഞാൻ ഓർത്തതാ, ഈ മഴ പെയ്യിക്കണോ മഴ പെയ്യിക്കണ്ടയോ എന്നൊക്കെ തീരുമാനിക്കണം നമ്മളല്ലല്ലോ. നമുക്ക് തീരുമാനം ഒന്നേ ഉള്ളൂ. ആൾക്കാർ മുമ്പിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തില് ഈ പൈതൃകം പറഞ്ഞു കൊടുക്കാം. അത് 100% സന്തോഷത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടാണ് ഇന്ന് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളില് സന്തോഷത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും, ക്ഷേത്ര ഭാരവാഹികളോട് പ്രത്യേകിച്ചും നന്ദി പറയും. എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എതിർക്കാനുണ്ടെങ്കിൽ, വെല്ലുവിളിക്കാനുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി റിപ്ലൈ പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല ഒരു ക്ലാസ്, ഉജ്ജ്വലമായൊരു ക്ലാസ്. അന്ന് വേണമെങ്കിൽ ലഞ്ച്, അന്നദാനം വെക്കുന്നതിൽ കുഴപ്പമില്ല.
അങ്ങനെ അന്നദാനമൊക്കെ വെച്ച് ഒരു ഉജ്ജ്വലമായ ക്ലാസ് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും വരും. അന്ന് നമ്മുടെ ഈ അന്ധവിശ്വാസം, പ്രശ്നം വെക്കുന്ന അന്ധവിശ്വാസം, ജനലിപ്പുറത്തുനിന്ന് അപ്പുറത്തെടുത്ത് വെച്ച് ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള അന്ധവിശ്വാസം, ശ്രീകൃഷ്ണന്റെ കയ്യിലെ ഓടക്കുഴൽ മാറ്റുന്ന അന്ധവിശ്വാസം, എന്തൊക്കെ അന്ധവിശ്വാസം നമുക്കുള്ളത്. മഹാഭാരതം വീട്ടിൽ വെക്കരുത്. പിന്നെ എവിടെയാ അത് വെക്കുക? കാട്ടില. എവിടെയാ മഹാഭാരതം വെക്കുക? എന്തൊക്കെ അന്ധവിശ്വാസം നമുക്കുള്ളത്, അതൊക്കെ മാറ്റണം നല്ല രീതിയിൽ. ശരിക്കും സന്ദീപ് ചൈതന്യ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? നല്ലൊരു മാർക്സിസ്റ്റുകാരൻ ഹിന്ദു ആയാലുള്ള ലക്ഷണമാണ് സന്ദീപ് ചൈതന്യ. അദ്ദേഹം നല്ല അസല ഇടതുപക്ഷമായിരുന്നു. SFIയുടെ ഓൾ ഇന്ത്യ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഇത് പഠിച്ചത്. മാറ്റം കണ്ടോ? യുക്തി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറ്, നിങ്ങൾ ഏത് പാർട്ടിയിലാവട്ടെ നല്ല രീതിയിൽ പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും ഗോപാലകൃഷ്ണന്റെ പ്രണാമം. നമസ്കാരം.